ഈ നാടിൻ്റെ എല്ലാമായിരുന്ന പാർവതി പുത്തന ഇന്ന് മാലിന്യങ്ങൾ നിറഞ്ഞ് ഒരു ശാപമായി, ഒരു ഭാരമായി മാറിയിരിക്കുക. ഇത് ശുദ്ധീകരിക്കണം. ഇത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഇത് സംരക്ഷിക്കണം. നിങ്ങൾ സ്ഥലം തന്നാൽ കോവളം മുതൽ ദേശീയ ജലപാത അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി അത് ജലഗതാഗതം പുനഃസ്ഥാപിക്കത്തക്ക വിധത്തിലുള്ള പരിപാടിയോടുകൂടി നടത്താൻ പറ്റും. ഏതായിരുന്നാലും അത് നിങ്ങൾക്ക് വിടുക. അഴുക്ക് ചാല് ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭം, അതിന് വലിയ പ്രാധാന്യമാണുള്ളത്. നമ്മുടെ ജലാശയങ്ങൾ നമ്മൾ സംരക്ഷിച്ചേ മതിയാവും. അത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പോരാ, എല്ലാവരും കൂടെ വിചാരിക്കണം. ഗവൺമെൻറ് അതിനുള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഗവൺമെൻറ് ഒരുക്കും. പക്ഷേ അത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത എല്ലാവരും കൂടി ഏറ്റെടുക്കണം. നമുക്ക് പഴയതുപോലെ നമുക്ക് രോഗങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ, പൂർണ്ണമായി മോചിപ്പിക്കാൻ, മോചനം നേടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പരിസര ശുചിത്വം പാലിച്ചേ മതിയാകൂ. നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിച്ചേ മതിയാകൂ. അതാണ് ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് ഇവിടെ വന്ന് നിങ്ങൾക്ക് 4.25 കോടി രൂപ ഇവിടെ പ്രഖ്യാപിച്ചത്. പാർവതി പുത്തനാറിൻ്റെ ഈ തുടക്കം നമുക്ക് നല്ല പല പ്രവർത്തനങ്ങൾക്കും ഒരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. പാർവതി പുത്തനാർ അത് ഈ പ്രാവശ്യത്തെ ഈ ശുചീകരണത്തോടുകൂടി ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കണം. അത് വന്നാൽ വീണ്ടും നമുക്ക് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ എടുത്ത് ഈ നാടിൻ്റെ അഴകായി, നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ ഒരു നേട്ടമായി നമുക്ക് മാറ്റാം. അതിനെല്ലാവരുടെയും സഹകരണം